ഒരു ദിവസം കേരളത്തിൽ ഏറ്റവും അധികം സ്ത്രീകൾ വന്നു ചേരുന്ന ഒരു സ്ഥലമാണ് തലസ്ഥാന നഗരിയിലെ ആറ്റുകാൽ ക്ഷേത്രം. ഒരു 10 വർഷത്തെ കണക്കൊക്കെ എടുത്താൽ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നടക്കുന്ന പൊങ്കാലയിൽ 25 ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും വലിയ ആൾക്കൂട്ടമാണ്. ഇത്തവണയും ആറ്റുകാല പൊങ്കാലയ്ക്ക് തൊട്ട് തലേ ദിവസങ്ങളിൽ അവിടെ ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിൽ ചെറിയ വീഴ്ച വന്നു എന്ന് കേട്ടിരുന്നു. അതായത് കൃത്യമായ സമയത്ത് വെള്ളം എത്തുന്നില്ല, ചെളിക്കളങ്ങളാവുന്നു, വെള്ളം കൊണ്ടുപോകുന്ന വണ്ടിയിൽ കൊടിതോരണങ്ങൾ വെച്ചുകൊണ്ട് പോകുന്നു, ഇത്തരത്തിലൊക്കെ വിമർശനം വന്നു. എന്തായാലും വളരെ സന്തോഷകരമായിട്ട് കുഴപ്പങ്ങളൊന്നും കൂടാതെ അതിന് പരിസമാപ്തിയായി. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ നഗരം മുഴുവൻ വൃത്തിയാക്കി. കൃത്രിമ മഴ പെയ്യിച്ചുകൊണ്ട് അത് ശുചിത്വം ഒക്കെ പാലിച്ചു. ഇതിന് നേതൃത്വം നൽകാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ്, കൂടാതെ BJPയുടെ കൗൺസിലർമാർ ഇവരെല്ലാം പങ്കെടുത്തു. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാകുന്നു, BJP ആറ്റുകാൽ പൊങ്കാലയെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ചതാണോ? അതല്ല, ജനപ്രതിനിധി എന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്വമാണെന്ന് തിരുവനന്തപുരത്തെ നഗരവാസികളെ മാത്രമല്ല കേരളത്തെ മുഴുവൻ കാണിച്ചതാണോ? എന്താ തോന്നുന്നു? ഞാനൊരു 50 കൊല്ലമായിട്ട് തിരുവനന്തപുരത്തുകാരൻ എന്ന് പറയാം. തിരുവനന്തപുരത്ത് 50 കൊല്ലം മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് നിരന്തരം പോയിരുന്ന ഒരാൾ, അവിടെ ജോലി ചെയ്തിട്ടുള്ള ഒരാൾ. അന്നും ആറ്റുകാൽ പൊങ്കാലയുണ്ട്, പക്ഷെ ഇത്രയും ആളുകൾ വരാറില്ല. ആറ്റുകാൽ പൊങ്കാല ഞങ്ങളെ സംബന്ധിച്ചോളം, തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഹാഫ് ഡേ ആണ്. ആറാട്ടും ആറ്റുകാൽ പൊങ്കാലയാണ് ഞങ്ങൾക്ക് അവിടെ ഹാഫ് ഡേ കിട്ടുന്നത്. ഉച്ച കഴിഞ്ഞാൽ ഫ്രീ ആണ്. കാരണം അത് അതിൻ്റെ ഒരുക്കങ്ങളും തലേദിവസം വന്ന വലിയ പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ പിന്നെ അത് ഫുൾ ഡേ ഹോളിഡേ ആയിരുന്നു. കാരണം ഇപ്പോൾ നഗരം മുഴുവൻ അത് വ്യാപിച്ചു. ഓരോ വർഷവും ആറ്റുകാല പൊങ്കാലയ്ക്ക് വരുന്ന സഹോദരിമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. സ്ത്രീകൾ ഒരുപാട് വരുന്നുണ്ട്. സെലിബ്രിറ്റികൾ ധാരാളമായി വരാൻ തുടങ്ങി. അപ്പോൾ സെലിബ്രിറ്റികളൊക്കെ വന്നു തുടങ്ങിയോടുകൂടി കൂടുതൽ ക്യാമറകൾ അവിടെ വരാൻ തുടങ്ങി. മാത്രമല്ല ഇതൊരു വിഷ്വലായി ആളുകൾക്ക്. കാരണം ഇതൊരു പ്രത്യേക തരം വിഷ്വലാണല്ലോ. സ്ത്രീകൾ മാത്രം ഉണ്ടാവുക, അടുപ്പ് കത്തിക്കുക, റോഡിൽ തന്നെ നിൽക്കുക. അത് ആറ്റുകാൽ അമ്പലം മുതൽ എവിടേക്കോ ദൂരം വരെ, കഴക്കൂട്ടം വരെയൊക്കെ ഇപ്പം അത് എത്തുന്നുണ്ട്, എവിടേക്കോ എത്തുന്നുണ്ട്. അപ്പോൾ കിളിപ്പാലം അവിടെ ആ പ്രദേശത്തൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ കൂടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കൂടിയൊക്കെയാണ് ഇത് പോവുക. അപ്പോൾ വലിയ തോതിലുള്ള ഒരു പബ്ലിസിറ്റി അതിന് വന്നിട്ടുണ്ട്. ഞാൻ ആ പബ്ലിസിറ്റി വന്നതിൽ തന്നെ BJPക്ക് ഒരു പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ആദ്യം മുതൽ. അതിന് കാരണം ഒരു ഹിന്ദുത്വ സംഗതിയായിട്ട് അതിന് ബന്ധമുണ്ട്. പക്ഷേ ആളുകൾ ആരും അതിനെ അങ്ങനെ കാണാറില്ല. കാരണം അവിടെ ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോഴും കേരളം ഭരിക്കുമ്പോഴും കോർപ്പറേഷൻ വളരെ കാലമായി ഇടതുപക്ഷം ഭരിക്കുമ്പോഴും അങ്ങനെ ആറ്റുകാൽ പൊങ്കാല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനായിട്ട് ആരെങ്കിലും ഉപയോഗിച്ചായിട്ട് നമുക്ക് തന്നെ ആറ്റുകാൽ പൊങ്കാല വരുന്ന എല്ലാവർക്കും വേണ്ട സൗകര്യം ചെയ്ത് കൊടുക്കുക. അവിടെ അതിന് മതം പോലുമില്ല. പള്ളിക്കാരും അവരൊക്കെ കൊടുക്കാറുണ്ട്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ ഭക്ഷണപ്പൊതിയും വെള്ളമൊക്കെ ആയിട്ട് അവിടുത്തെ ഇമാമിൻ്റെ ആളുകൾ വരുന്നു, ഒരു വശത്തുനിന്ന് ഭീമാപ്പള്ളിയിൽ നിന്ന് ആളുകൾ വരുന്നു. അതൊക്കെ കണ്ടിട്ടുണ്ട്. അതൊരു മതസൗഹൃദത്തിൻ്റെയും ഏതെങ്കിലും ഒരു വർഗീയത മുതലെടുക്കാൻ കഴിയാതെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയം മുതലെടുക്കാൻ കഴിയാതെ ഒന്നായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആളുകൾ കൂടുതൽ വരുന്നത് കൊണ്ട് അവിടെ പ്രശ്നങ്ങളുണ്ടാവും. ട്രാഫിക്കിൻ്റെ പ്രശ്നം ഉണ്ടാവും, വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും, മറ്റ് മാലിന്യം വരുന്നതിൻ്റെ പ്രശ്നം ഉണ്ടാവും. ഇതൊരു പരിധി വരെ നമ്മൾ പരിഹരിക്കാറ്. മുമ്പ് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ കാണുന്നത് ഓരോ വർഷവും ആ പ്രശ്നം വരുമ്പോൾ അടുത്ത വർഷം അത് പരിഹരിക്കും. പിന്നത്തെ വർഷം അത് ആ പ്രശ്നം ഉണ്ടാവണം, അടുത്ത വർഷം പരിഹരിക്കും. അങ്ങനെ ഇപ്പോൾ അവിടെ മേയർമാർ പലരും ഇരുന്നു. അതിൽ ചെറിയൊരു പ്രശ്നം പറ്റിയത് ആര്യ രാജേന്ദ്രൻ മേയറായിരുന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു. അതിന് മുമ്പുള്ള മേയർമാർ, ഇപ്പോൾ ശിവൻകുട്ടി വരും മേയറായിരുന്ന കാലത്തൊക്കെ എനിക്കറിയാം. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വളരെ എല്ലാവരും സഹകരിച്ച് അങ്ങ് പോവും, മാധ്യമങ്ങളും അതിൻ്റെ കൂടെ സഹകരിക്കും ചെയ്യാറുണ്ട്. ആര്യ രാജേന്ദ്രൻ മാത്രം കുറച്ചൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചില സ്ഥലത്തൊക്കെ കാണിച്ചു. കാരണം അത് അവരുടെ അപക്വമായ ഇടപെടൽ കൊണ്ടാണ്. നമുക്കറിയാം അവരുടെ ഇടപെടൽ നമുക്കറിയാലോ. പാർട്ടി സെക്രട്ടറിക്ക് പരസ്യമായി കത്തെഴുതാൻ തയ്യാറായ ആളെ അയച്ചു തരൂ ജോലിക്ക് എന്നൊക്കെ പറയുന്ന ഒരു മേയറാണ്. മാത്രമല്ല ട്രാൻസ്പോർട്ട് ബസ് വഴിയിൽ തടഞ്ഞു നിർത്തി ആളെ പിടിപ്പിക്കുന്ന തെരിയുടെ പരിപാടിയൊക്കെ ഉണ്ട്. ഒരു അപക്വമായിരുന്നു. ചെറുപ്പമാണെന്നുള്ളത് എനിക്ക് സന്തോഷമാണ്. പക്ഷേ അപക്വമായാൽ അത് ആരായാലും കൊള്ളില്ല. അതൊഴിച്ചാൽ അവരുടെ ചില സംഗതികൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ശുചിത്വം എല്ലാ വർഷവും അവിടെ ഇത് കഴിഞ്ഞാൽ സാധാരണ ഞങ്ങളൊക്കെ പേടിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു പരിസ്ഥിതി അത് കഴിയുമ്പോൾ പിന്നെ അവിടെ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് അറിയാത്ത ഫീൽ ചെയ്യില്ല. പിന്നെ ചിലർ ഇഷ്ടിക പറക്കാൻ വരുന്നു, അങ്ങനെ ചില പരാതിയൊക്കെ കഴിഞ്ഞവണ ഉണ്ടായിട്ടുണ്ട്. ചിലർ ഇഷ്ടിക പറക്കി കൊണ്ടുപോകുന്നു എന്നുള്ള അതൊക്കെ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഈ വർഷവും നടന്നു. ഈ വർഷം കുറച്ച് ഭീതി ഉണ്ടായിരുന്നു രണ്ട് തരത്തിൽ. ഒന്ന്, BJP മേയറാവുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയോ മറ്റാളുകളുടെയോ സഹകരണം ഉണ്ടാവുമോ? അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ പ്രശ്നം എല്ലാവരും ആദ്യം എടുത്തിട്ടത്. വെള്ളം കൊടുക്കുന്നത് വാട്ടർ അതോറിറ്റിയാണ്. അപ്പോൾ വാട്ടർ അതോറിറ്റി, ഈ തിരുവനന്തപുരത്ത് വാട്ടർ അതോറിറ്റി എന്നും കുഴപ്പക്കാരാണ്. അത് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് അരുവിക്കര ഡാം പൊട്ടും, അവിടെ പൈപ്പ് പൊട്ടും, ഇവിടെ പൈപ്പ് പൊട്ടും, കുടിവെള്ളം ഇല്ലാതാവുന്ന ഒരുപാട് ദിവസങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും ഒരു പരിഹാരം കാണാൻ ഇതുവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടുമില്ല. വാട്ടർ അതോറിറ്റിക്കൊന്നും കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും സാധാരണ ദിവസത്തെ പോലെ അല്ലല്ലോ. ഇത്രയധികം ആളുകൾ അവിടെ വരുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ അവിടെ വരുമ്പോൾ
അവർക്ക് വെള്ളത്തിൻ്റെ വളരെ കൂടി ആവശ്യമുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവർ രാവിലെ വന്ന് കുളിക്കാനുള്ള ആളുകൾ പലരും വളരെ ദൂരെ നിന്ന് വരുന്നവരെ, കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും അല്ലെങ്കിൽ പാലക്കാട് നിന്നൊക്കെ വരുന്ന സ്ത്രീകളാണ്. അവർ രാത്രി വന്ന് കിടക്കുകയാണ്, രാവിലെ എണീറ്റ് കുളിക്കണം. അങ്ങനെയുള്ള വെള്ളത്തിൻ്റെ ആവശ്യം പല മടങ്ങാവും. അതുകൊണ്ട് വെള്ളം കിട്ടാതെ വരുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. ഏതായാലും എനിക്ക് തോന്നുന്നു വെള്ളം അവിടെ ടാങ്കറിൽ കുറേയൊക്കെ എത്തിച്ചു, കുറേ മറ്റു രീതിയിൽ എത്തിച്ചു. എന്തായാലും പ്രശ്നമില്ലാതെ വെള്ളം കുഴപ്പമില്ലാതെ നടന്നു. അതെങ്ങനെ നടത്തി എന്നുള്ളതൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നഗരസഭയ്ക്കാണല്ലോ അതിൽ ഒന്നാം വേണ്ടത്. കാരണം നഗരസഭയുടെ ഫെസിലിറ്റീസ് അല്ലേ ഉപയോഗിക്കുന്നത്. നഗരത്തിലാണ് വരുന്നത്, മാലിന്യം അവരുടെ ചുമതലയാണ്. ഈ പറഞ്ഞ ട്രാഫിക് അവരുടെ ചുമതല അല്ലെങ്കിൽ പോലും ട്രാഫിക് നിയന്ത്രണം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, തിരിച്ചു ഇവർക്ക് പോകാൻ കഴിയണം. ഇങ്ങനെയുള്ള വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുണ്ട്. 400 രൂപ 500 രൂപ മേടിച്ചു, അപ്പോൾ അവിടെ മേയർ ചെല്ലുന്നു, ഇത് എവിടെ ലൈസൻസ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ തന്നെ മേയറുടേതായ അല്ല, അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞ അത് മേയറുടെ ജോലിയാണ്. ഇതിനു മുമ്പ് ചില താപ്പാനകൾ അത് ചെയ്തിട്ടുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. മുമ്പ് കുറെ കൊല്ലമായിട്ട് പാർക്കിംഗ് ചെയ്തിരുന്ന കോർപ്പറേഷനാണ്. അത് ഒരുപക്ഷെ അവർ കാശ് മേടിച്ചിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ. നിങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് പോയാൽ മൂന്നാറിൽ പോകുന്ന ചാർജ് അല്ല തിരുവനന്തപുരത്ത് പോയാൽ. തിരുവനന്തപുരത്ത് നിന്നുള്ള ചാർജിന് പല കൂടുതലായിരിക്കും മൂന്നാർ. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ആളുകൾ കൂടുതൽ വരുമ്പോൾ ചില കാര്യങ്ങൾ ഈ പാർക്കിംഗ് ഏരിയയിൽ ഈ പറഞ്ഞതുപോലെ ചില ആളുകൾ, നമ്മുടെ പല പാർക്കിംഗ് ഏരിയയിലും ശരിക്കും നമ്മൾ അന്വേഷിച്ച് എന്നാൽ അതിന് ഓതറൈസ്ഡ് ആളുകളാണോ നിൽക്കണമെന്ന് ചോദിച്ചാൽ അല്ല. നമ്മുടെ പല പാലത്തിന് ടോൾ പിരിക്കാനുണ്ട്. ഈ പുല്ലേപ്പടി പാലം വരെ ടോൾ പിരിക്കാൻ ആൾ നിൽക്കുന്നുണ്ടാണ്. പക്ഷെ ആരും കൊടുക്കുന്നില്ല, ആള് പോകും. അപ്പോൾ ആരെങ്കിലും തെറ്റി അബദ്ധത്തിന് അവിടെ കൈ കാണിച്ച് നിർത്തി കാശ് കൊടുത്താൽ കൊടുത്തു. അവർക്ക് ഓതറൈസേഷൻ ഒന്നുമില്ല. അങ്ങനെ അൺഓതറൈസ്ഡ് ആയിട്ട് ഒരു പാർട്ടി പാർക്കിങ്ങിന് ചെയ്തിരുന്നു. അതൊരു പക്ഷേ ഇപ്പൊ കഴിഞ്ഞ മറ്റേ കോർപ്പറേഷന്റെ ആളുകളുടെ ആളായിരിക്കാം, എനിക്ക് അല്ലാന്ന് പറയില്ല. കാരണം 40 കൊല്ലമായിട്ട് ഒരു കോർപ്പറേഷൻ ഭരിക്കുന്ന ഒരാളെ കാലാകാലം ഭരിക്കുകയാണ് അവിടെ. അപ്പോൾ അയാൾക്കൊരു പാർക്കിങ്ങിന് ഞാൻ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓതറൈസേഷൻ ഒന്നും ഉണ്ടോ എന്ന് നമുക്കും അറിയില്ല. പക്ഷേ ഇത്തവണ മേയർ അതിൽ ഇടപെട്ടു. അയാൾക്ക് ഓതറൈസേഷൻ ഇല്ല എന്ന് കണ്ടെത്തി. സ്വാഭാവികമായും മേയറുടെ ജോലിയാണത്. കാരണം പുതിയൊരു കൗൺസിൽ വരുമ്പോൾ പഴയ കൗൺസിലിന്റെ തെറ്റുകൾ തിരുത്തി മുമ്പോട്ട് പോകുക എന്നുള്ളതാണല്ലോ ഏത് കൗൺസിലിന്റെ ജോലി. അപ്പോൾ ഇതിപ്പോൾ കണ്ട് ഞാനതിനെ ഒരു വലിയ വാർത്തയായിട്ടൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ നാളെ ഇവരുടെ കൗൺസിൽ മാറി വേറൊരു കൗൺസിൽ വരുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ തിരുത്തുകയും ചെയ്യും. അതുകൊണ്ട് അത് BJPയുടെയോ CPMന്റെയോ എന്തെങ്കിലും നേട്ടമോ കോട്ടമോ ആയിട്ടല്ല ഞാനിതിനെ കാണുന്നത്. ഒരു കറക്ഷനാണ്. ആ കറക്ഷൻ നടക്കട്ടെ. ഇനി അടുത്ത വർഷം ഇത്തവണ ഉണ്ടായ പിഴവുണ്ടെങ്കിൽ അടുത്തവണ അതും തിരുത്തേണ്ടി വരും. ഇത്തവണ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അത് തിരുത്തേണ്ടി വരും. ഇത്രയും സ്ത്രീകൾ വന്ന് ഒരു മാനേജ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ്, ചെറിയൊരു സംഗതിയല്ല. അതിന് എല്ലാ ഏജൻസികളും വേണേ. എല്ലാ ഏജൻസികൾ മാത്രമല്ല, സർക്കാർ ഏജൻസികൾ മാത്രമല്ല, പൊതുജനങ്ങളുടെ ഒരു സഹകരണം അതിലുണ്ട്. അവിടുത്തെ കടക്കാർ, അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ പള്ളിക്കാർ വരെ അതിന് സഹായമായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനെ വർഗീയ രാഷ്ട്രീയമായിട്ട് നമ്മൾ കാണുന്നത് അതിൻ്റെ നാശത്തിലേക്ക് വയ്ക്കും. കാരണം ഇതിനെപ്പോൾ ഒരു വർഗീയമായിട്ടോ രാഷ്ട്രീയമായിട്ടോ നാളെ കാണാൻ ശ്രമിച്ചാൽ അടുത്തവണ വേറെ ആളുകളുടെ പാര വരും. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ ശബരിമലയിൽ ആളുകൾ പോകുക എന്നുള്ളത്, ശബരിമല പോകാൻ എല്ലാവരും ശബരിമല പോണ വഴിക്കൊക്കെ അതൊരു തീർത്ഥാടനമാണ്. അപ്പോൾ ആളുകൾ എല്ലാവരും മതജാതി വ്യത്യാസമില്ലാതെ സഹായിക്കും. കാരണം ആ ഒരു പരസ്പര ബഹുമാനമുണ്ട്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരു സ്ത്രീ പോകുന്നു, ഇപ്പം ഞാൻ പൊങ്കാലയെ അനുകൂലിക്കുന്നു ഇല്ലയോ എന്നുള്ള വ്യക്തിപരമായ ഒരു വിഷയമല്ലാതെ അവരുടെ വിശ്വാസമാണ്, അവർ പോകുന്നു. വളരെ ബുദ്ധിമുട്ടിട്ടോ. അതിലൊരു കാര്യം കൂടി കാണണം. ശബരിമല പോകുന്ന മാതിരി ഏതാണ്ട് വളരെ ബുദ്ധിമുട്ടിട്ട് തന്നെയാണ് അവിടെ ഈ ആറ്റുകാലിലേക്ക് സഹോദരിമാർ പോണത്. കിലോമീറ്റർ നടക്കേണ്ടി വരും, അതൊക്കെ ചെയ്യേണ്ടി വരും. വെയിലുമാണ്, ക്യൂ നിൽക്കണം, ആകെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്രയും സന്നദ്ധതയോട് വരുന്ന ആളുകളെ അവർക്ക് പ്രാഥമികമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു ഭരണകൂടത്തിൻ്റെ കടമയാണ്. ആ കടമ ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഒരു തെറ്റുണ്ടായിരുന്നു, തിരുത്തിയിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള കാര്യം. അതായത് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരുവനന്തപുരത്തുണ്ടായ ഒരു മുന്നേറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ 4-5 MLA അവിടെ സൃഷ്ടിക്കാമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മേയറായിട്ട് അധികാരമേറ്റതിന് ശേഷം VV രാജേഷ് ചെയ്യുന്ന പല പ്രവൃത്തികളും CPMന്റെ പല കാര്യങ്ങളെയും പുറത്തു കൊണ്ടുവരുന്ന രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആറ്റുകാലിൽ വന്ന ചില പ്രവർത്തനങ്ങൾ അല്ലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് BJPക്ക് ഒരു 5 MLA സൃഷ്ടിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെയല്ല ആളുകൾ അതിനെ കാണുന്നത്. ആറ്റുകാൽ മുമ്പും വന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടൊന്നും മുമ്പ് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ പാർക്കിങ്ങിന് വന്ന ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ശരിയായിരിക്കും. ബാക്കി കാര്യങ്ങളിലൊക്കെ അവർക്ക് വെള്ളം കിട്ടാറുണ്ട്, അവർക്ക് സൗകര്യം കിട്ടാറുണ്ട്, യാത്ര ചെയ്യാൻ കഴിയാറുണ്ട്. എന്തെങ്കിലും പുതിയൊരു സൗകര്യത്തോടെ ഉണ്ടായിന്ന് എടുത്തു പറയാനില്ല. അവിടെ വരുന്ന സ്ത്രീകൾ ഒരു സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്നു. ഒരു ഭക്തി ആണല്ലോ അവരുടെ ഒരു സംഗതി. അത് സമാധാനപരമായി പോകുന്നു. ഇത്ര സ്ത്രീകളുണ്ടായിട്ടും ഒരു അക്രമമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർക്കെതിരെ എന്തെങ്കിലും അങ്ങനൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. എൻ്റെ ഓർമ്മയിലില്ല ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്നവർക്ക് നേരെ എന്തെങ്കിലും രീതിയിലുള്ള. അപ്പോൾ ഇതുകൊണ്ട് BJP ഇതുകൊണ്ട് നേട്ടമുണ്ടാക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം കഴിഞ്ഞ തവണത്തേന്ന്
പ്രകടമായൊരു വ്യത്യാസമൊന്നും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇത്തവണ ഉണ്ടായിട്ടില്ല. അല്ല, ഭയം ഉണ്ടായിരുന്നു എന്ത് സംഭവിക്കുന്നു. അല്ല, ഒന്നും അത് ബി സംഭവിച്ചില്ല. ജെ പിയുടെ ഭയമാണ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയമൊന്നുമില്ല, അവർ പഴയ പോലെ തന്നെ വന്നില്ലേ. അതെ. ആ വരുന്ന ആളുകൾ ഇതൊന്നും കണക്കാക്കി വരുന്നതല്ല. ഉം. അവരെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷൻ ഭരിക്കുന്നതോ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഭരിക്കുന്നതോ ഏത് പാർട്ടിയാണ് എന്ന് നോക്കിയിട്ടല്ല ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആളുകൾ വരും. അവർക്ക് അതൊരു എന്താ പറയുക, അവരുടെ ഒരു പുണ്യം, പൊങ്കാല ഭക്തി, അവരുടെ ഭക്തിയിൽ വരുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാളെ BJP മാറി കോൺഗ്രസ് വന്നാലും അല്ലെങ്കിൽ CPM വന്നാലും UDF വന്നാലും ഒന്നും അവരെ ഭക്തിയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. കാരണം അതിനൊക്കെ അപ്പുറത്താണ്. ഞാൻ അങ്ങനെ കാണണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഇപ്പം എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമെന്ന് ഭയം ഉണ്ടായിന്നല്ലേ, തടസ്സം ഉണ്ടായില്ലല്ലോ. ഇല്ല. ഏതെങ്കിലും തരത്തിലൊരു തടസ്സം ഉണ്ടായി എങ്കിൽ നമുക്കത് പറയാം, ഇന്ന തടസ്സം ഞാൻ മറികടന്നു. ഇതാകെയുള്ളത് ഈ പാർക്കിങ്ങിൻ്റെയാണ് നമ്മളിപ്പോൾ ഒബ്വിയസ് ആയി വന്നൊരു കാര്യം. അത് കോർപ്പറേഷൻ്റെ പാർക്കിംഗ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത് അല്ലേ. അങ്ങനെയാണ് അതിൻ്റെ ഒരു വന്നിരുന്നത്. കോർപ്പറേഷൻ ആരും ഏൽപ്പിച്ചു എന്ന് പറയുന്നു, അതിന് രേഖയുണ്ടോ എന്ന് ചോദിച്ചാൽ രേഖയില്ല. പിന്നെ അവിടെ അതിന് കാര്യമില്ല. അപ്പോൾ അതൊരു കള്ളപ്പിരിവ് നടന്നിരുന്നു, അത് കണ്ടുപിടിച്ചു. തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണകാലത്തുണ്ടായ അഴിമതികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ഇവർക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ അതിനാണുള്ളവരെ മാറ്റണേ. അല്ലെങ്കിൽ പിന്നെ അവർ തുടരുന്ന ഇവർ തുടരുകയാണെങ്കിൽ പിന്നെ ഇവർക്ക് എന്താ കാര്യമുള്ളത്? അത് ഇപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല. ഞാൻ പറഞ്ഞൊരു മേയറെ അത്തരത്തിൽ വിലയിരുത്താൻ ഇത് പോരാ, പൊങ്കാല പോരാ. കാരണം പൊങ്കാല മുമ്പ് നടന്നിട്ടുള്ളതുകൊണ്ട് രാജേന്ദ്രൻ ഇരുന്നപ്പോൾ പോലും പൊങ്കാലയ്ക്ക് കുഴപ്പമില്ല നടന്നിട്ടുണ്ട്. അവരുടെ വർത്താനം ഒഴിച്ച് ബാക്കിയൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ കാണുന്ന BJP അതുകൊണ്ട് ഒരു സീറ്റ് കൂടുതൽ കിട്ടാനോ ആൾ കൂടുതൽ കിട്ടാനോ സാധ്യതയില്ല. കാരണം മാത്രമല്ല, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്നവർ തിരുവനന്തപുരംകാരൊന്നുമല്ല. അവർ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും പാലക്കാട് നിന്ന് എറണാകുളത്തു നിന്നൊക്കെ പോകണവരാ. അതുകൊണ്ട് അവർക്കിപ്പോൾ ഇതിനൊരു പ്രത്യേക വോട്ട് തിരുവനന്തപുരത്ത് കിട്ടുമെന്ന്. തിരുവനന്തപുരത്താണല്ലോ നോക്കണേ. അതുകൊണ്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു അബദ്ധം അവിടെ ഉണ്ടായി അത് മറികടന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. എന്തായാലും പരാതിയും പരിഭവമൊന്നും ഇല്ല എന്നാണ്.